ദക്ഷിണേന്ത്യയിലെ തണൽമരം നടുന്നവരുടെ കൂട്ടായ്മയുടെ 12ാം വാർഷികാഘോഷം ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ചു. ശോകനാശിനി പുഴയുടെ തീരത്ത് കൈതത്തൈകൾ നട്ട് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ ബി കൃഷ്ണലീല തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി ശ്രീരാഗ് മുഖ്യപ്രഭാഷണം നടത്തി. ജൈവ കർഷകൻ സ്വാമിദാസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പോണ്ടിച്ചേരി ആരോവില്ല ഫൗണ്ടേഷന്റെ ആരണ്യ ഫോറസ്റ്റ് ആൻഡ് സാങ്ച്വറി ഡയറക്ടർ ഡി ശരവണൻ മുഖ്യാതിഥിയായി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്ററും തണൽ നടുന്നവരുടെ കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനുമായ എസ് ഗുരുവായൂരപ്പൻ കൂട്ടായ്മ സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും നൽകുന്ന സേവനത്തെക്കുറിച്ചും വിഷയാവതരണം നടത്തി. ഈ വർഷം നമ്മൾ പുഴയോരം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ നടുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് ചിറ്റൂർ കോളേജിൽ നമ്മൾ പഠിച്ച് വളർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ട് പുഴയിടിഞ്ഞ് അല്ലെങ്കിൽ മണ്ണിടിഞ്ഞിട്ട് ബിൽഡിംഗ് എല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ സാറുടെ നേതൃത്വത്തിൽ അന്ന് നമ്മൾ നട്ട കൈതയും മുളയും പനയൊക്കെയാണ് ഇന്ന് പലപ്പോഴുമൊക്കെ കയറി വന്നിട്ടുള്ളത്. ഈ കാടെല്ലാം അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അവിടെ ഒന്നുകൂടെ നമ്മൾ നഷ്ടപ്പെട്ടു പോയതിനൊന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിന് നമ്മുടെ പ്രോഗ്രാം ഇതിന് വേണ്ടിയിട്ട് ചിറ്റൂർ നഗരസഭ പൂർണ്ണമായിട്ടും പിന്തുണ തന്നു എന്നുള്ളത് വളരെ സ്നേഹത്തോടെ നമ്മൾ ഓർക്കുകയാണ്. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയന്തി, കൗൺസിലർമാരായ വിജയൻ, രാധാമണി, സുമതി എന്നിവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ അവരുടെ പ്രവർത്തനങ്ങൾ പങ്കുവച്ചു. മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ വൃക്ഷങ്ങൾ നടുന്നവരിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ അവാർഡ് നൽകി ആദരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.